നമസ്കാരം. 2 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഹോർമോസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ഞങ്ങൾ അടിച്ചു തകർക്കും. മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മേഖലയിലുള്ള എല്ലാ പവർ പ്ലാന്റുകളും തകർക്കും, മാത്രമല്ല കുടിവെള്ള ശുദ്ധീകരണശാലകളും ഞങ്ങൾ തകർക്കും. ചുരുക്കി പറഞ്ഞാൽ ഗൾഫ് മേഖല മൊത്തം, ഇസ്രായേൽ മൊത്തം ഇരുട്ടിലാകും, വെള്ളം കുടിക്കാൻ കിട്ടാതാകും. ഇപ്പോൾ ട്രംപ് ആ ഭീഷണി മാറ്റിയിട്ട് 5 ദിവസത്തെ ഡിസ്കൗണ്ട് ഇറാന് കൊടുത്തിരിക്കുകയാണ്. അതായത് അടുത്ത 5 ദിവസത്തേക്ക് ഞങ്ങൾ ഇറാൻ്റെ പവർ പ്ലാന്റുകളൊന്നും ആക്രമിക്കില്ല, കാരണം ഞങ്ങൾ ഇറാനുമായിട്ട് ചർച്ച നടത്തി, ചർച്ച വളരെയധികം ഫലപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് വെറും ഒരു മൈക്ക് മാത്രമാണ്. ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് അദ്ദേഹമല്ല, ഈ യുദ്ധം തുടങ്ങിയതും അദ്ദേഹമല്ല. അമേരിക്കയ്ക്ക് വേണ്ടി ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് നെതന്യാഹു ആണ്. നെതന്യാഹുവിൻ്റെ പിന്നിൽ അമേരിക്കയ്ക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്. അവർക്ക് ഈ യുദ്ധം കൊണ്ട് 3 വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ലക്ഷ്യം ട്രംപിൻ്റെ ഇമേജ് തകർക്കുക എന്നത് തന്നെയാണ്. ഇതേക്കുറിച്ച് ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഡീപ് സ്റ്റേറ്റിനെതിരെ തുറന്ന യുദ്ധം, ഇല്യൂമിനാറ്റികൾക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച ഒരു വ്യക്തിയാണ് ട്രംപ്. ധാരാളം തീരുമാനങ്ങൾ അദ്ദേഹം അവർക്കെതിരെ എടുത്തു കഴിഞ്ഞു. എന്നാൽ അവർക്കിപ്പോഴും അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങാൻ അവർക്ക് സാധിച്ചത് ആ സ്വാധീനം മൂലമാണ്. ട്രംപിൻ്റെ കൽപ്പനകൾക്കൊന്നും കാത്തു നിൽക്കാതെ തന്നെ അവിടുത്തെ സായുധ സേനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നാളിപ്പോൾ ഇറാനിൽ കാണുന്നത്. ട്രംപ് പറയാതെയാണ് അവർ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതും ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അത് തൻ്റെ അനുമതിപ്രകാരമല്ല എന്ന് ട്രംപിന് പറയാൻ പറ്റില്ല. ട്രംപിൻ്റെ ഏറ്റവും വലിയ ഗതികേട് അതാണ്. ഈ ഗതികേട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ യുദ്ധം നിയന്ത്രിക്കുന്നവർ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാനും അദ്ദേഹത്തെ പറ്റുമെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും ഇറക്കാനുമുള്ള ഒരു ശ്രമമായിട്ട് ഈ യുദ്ധത്തെ ഉപയോഗിക്കുന്നത്. കാരണം ഈ യുദ്ധം ഒരുപക്ഷെ അമേരിക്ക പരാജയപ്പെട്ടാൽ, അമേരിക്കയ്ക്ക് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വന്നാൽ അത് ട്രംപിന് വളരെ വലിയ ഒരു തിരിച്ചടിയായിരിക്കും. ട്രംപിനെ എങ്ങനെയും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും എത്രയും വേഗം താഴെ ഇറക്കുക എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം. എന്നിട്ട് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുത്തിനെ കണ്ടെത്തി അവിടെ ഇരുത്തുക. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഏറ്റവും നല്ല ഒരു മാർഗമായിരുന്നു ഈ യുദ്ധം. കാരണം തുടക്കം മുതൽ നമുക്കറിയാം, ട്രംപ് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. ട്രംപിന്റെ ലക്ഷ്യം യുദ്ധമായിരുന്നില്ല. അദ്ദേഹം യുദ്ധങ്ങളെല്ലാം നിർത്തൽ ചെയ്യാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ തുടങ്ങിക്കൊണ്ടിരുന്നത്. അദ്ദേഹം ഇറാനുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അത് സംഭവിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി എല്ലാ പണികളും അദ്ദേഹത്തിൻ്റെ പിന്നിലിരുന്നുകൊണ്ട് അമേരിക്കയുടെ നിയന്ത്രിതാക്കളായിട്ടുള്ള ഡീപ് സ്റ്റേറ്റ് ചെയ്തു. അവർ ട്രംപിൻ്റെ യാതൊരു വിധമായിട്ടുള്ള ഇടപെടലും ഇല്ലാതെ തന്നെ അവിടെ നിന്നും സായുധ സേനകളെ ഇറാനിലേക്ക് അയച്ചു. അവരാണ് ട്രംപിന് പോലും കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ട്രംപ് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പലപ്പോഴും സംഭവിക്കാത്തത്. നിങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹം പറയുന്നു, ഞാനിപ്പോൾ യുദ്ധം നിർത്തൽ ചെയ്യാൻ പോവുകയാണ്. തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറയാൻ, അല്ല, ഇറാനുമായിട്ട് ഡീലൊന്നുമില്ല, ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതായത് ഇപ്പോൾ പറയുന്നത് പിന്നീട് അദ്ദേഹം മാറ്റി പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ മാറ്റി പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം വളരെ നിസ്സാരമാണ്. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലല്ല ഈ യുദ്ധം നടക്കുന്നത്. ട്രംപിന്റെ നിയന്ത്രണത്തിലാണ് യുദ്ധമെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ട്രംപ് വെറും മൈക്ക് മാത്രമാണ്. അതായത് ഇന്റലിജൻസുകാർ, മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റലിജൻസുകാർ ട്രംപിന് വിവരം കൊടുക്കും, ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ പറയും, ഞങ്ങളങ്ങനെ ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ആ പ്ലാൻ മാറ്റി. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇറാൻ്റെ പവർ പ്ലാന്റ് അടിക്കും എന്ന് ട്രംപല്ല തീരുമാനിച്ചത്, അവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ പവർ പ്ലാന്റുകൾ കാരണം. അപ്പോൾ ഗൾഫിലുള്ള അവരുടെ അടിമകളായിട്ടുള്ള ഭക്തന്മാർ അവരെ വിളിച്ച് കരഞ്ഞ് പറഞ്ഞാണ്, ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാകും, എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാം, എത്ര പണം വേണേലും തരാം, നിങ്ങൾക്ക് ഏത് സഹായം ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ മനസ്സ് മാറ്റിയതാണ്. മനസ്സ് മാറ്റിയപ്പോൾ അതും ട്രംപിനെ അറിയിച്ചു. നമ്മൾ കാണുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത തീരുമാനം പ്രസിഡന്റ് മാറ്റിയെന്നാണ്. ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഈ യുദ്ധത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. തീരുമാനങ്ങൾ മൊത്തം എടുക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. അവരുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ ട്രംപിനെ അധികാരത്തിൽ നിന്നും ഇറക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് 2 ലക്ഷ്യങ്ങൾ കൂടി യുദ്ധം വഴിയായിട്ടുണ്ട്. അതിലൊന്ന് ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് നടപ്പിലാക്കുക, ഇറാനെ ഇല്ലാതാക്കുക, ഇറാനെ അടിച്ചമർത്തി മറ്റ് രാജ്യങ്ങൾക്കൊപ്പമാക്കിയിട്ട് അവരുടെ താല്പര്യങ്ങൾ ഇറാനിലും സാധിച്ചെടുക്കുക, ഇറാൻ മറ്റൊരു അമേരിക്കയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മാറുക, അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നത് പോലെയുള്ള ഒരു രാജ്യമാക്കി അതിനെ മാറ്റുക. എന്നിട്ട് ഈ രാജ്യങ്ങളെ മൊത്തം ഇസ്രായേലിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക. അതിനുവേണ്ടി ഇറാനെ ഇല്ലാതാക്കാൻ അവർ വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ഇറാൻ്റെ കരുത്തിൻ്റെ മുമ്പിൽ അവരിപ്പോൾ പകച്ചു നിൽക്കുന്നത്.
ഇറാനെ അവർ ഉദ്ദേശിച്ചതുപോലെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇറാൻ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് വിജയിക്കുക എന്നുകൂടി ഞാൻ അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ ഇറാന്റെ വിജയം ട്രംപിന്റെ വിജയം മാത്രമല്ല, ഈ ലോകത്തുള്ള നന്മയെ സ്നേഹിക്കുന്ന തിന്മയെ വെറുക്കുന്ന എല്ലാവരുടെയും കൂടി ജയമായിരിക്കും. മൂന്നാമത്, അവർക്ക് യുദ്ധം വഴി മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. ആ ലക്ഷ്യം ഏറെക്കുറെ അവർ സാധിച്ചു കഴിഞ്ഞു. അതായത് അറബ് രാജ്യങ്ങളിൽ നിന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ വലിയ ആയുധങ്ങൾക്കുള്ള ഓർഡറുകൾ നേടിയെടുക്കുക. എയർ ഡിഫൻസ് സിസ്റ്റത്തിനും മിസൈലുകൾക്കും ബോംബർ വിമാനങ്ങൾക്കും ഒക്കെയുള്ള വലിയ വലിയ ഓർഡറുകളാണ് ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇറാനുമായിട്ടൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, ഇറാൻ തീർച്ചയായിട്ടും അമേരിക്കൻ ബേസുകളെ ആക്രമിക്കുമെന്നും അപ്പോൾ ആ ആക്രമണം തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങൾക്കെതിരെ ആകുമെന്നും അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ആയുധങ്ങൾ വാങ്ങുമെന്നും ഈ ഡീപ് സ്റ്റേറ്റിനറിയാം. ഡീപ് സ്റ്റേറ്റിന്റെ ആൾക്കാരാണ് ലോകത്തിലെ ആയുധ വ്യാപാരങ്ങൾ മൊത്തം കൈകാര്യം ചെയ്തത്. അപ്പോൾ ഈ 3 ലക്ഷ്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ ലക്ഷ്യം അവർ സാധിച്ചു കഴിഞ്ഞു. പിന്നെയുള്ള 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ട്രംപിനെ അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുക. അതിൽ അവർ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ടുള്ള ഇറാനെ തകർക്കുക എന്നുള്ളത് അതവരുടെ ആജീവനാന്ത മോഹമായിട്ട് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ശരി, മറ്റ് 2 ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അതിൽ ട്രംപ് എങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ്. കാരണം ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രംപ് ചെയ്യുന്നതാണെന്നാണ് അമേരിക്കക്കാരും നമ്മളും എല്ലാവരും മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് അത് ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരു കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന ട്രംപ് ആ കുരുക്കിൽ നിന്നും എങ്ങനെ പുറത്തു വരും, അത് അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. താങ്ക് യു.